റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്വന്തമായ ഒരു ക്യാൻറ്റീൻ ഇല്ല. മെഡിക്കൽ കോളേജിലെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയപ്പോഴും ക്യാൻറ്റീൻ ഇടം കിട്ടിയില്ല. രോഗികളും കുട്ടിരിപ്പുകാരും പുറത്തുള്ള ഹോട്ടലുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. കാറ്ററിംഗ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിക്കുന്നതിനായി കെട്ടിടം നിർമ്മിക്കാൻ പ്രപ്പോസൽ നൽകിയെങ്കിലും സ്ഥലപരിമിതി മൂലം ഭൂമി നൽകാനാകില്ല എന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ 4 നില കെട്ടിടം നിർമ്മിക്കണം. അതിൽ 1 കോടി രൂപ ഈ സൊസൈറ്റി നൽകും. ബാക്കിയുള്ള പണം എവിടെ കിട്ടും? ഒരു ബഹുനില മന്ദിരം കെട്ടണമെങ്കിൽ 4-5 കോടി രൂപയാവും. അപ്പോൾ അതിനൊന്നും മെഡിക്കൽ കോളേജിൻ്റെ അധികാരികൾക്ക് സാധിക്കില്ല. അതുമാത്രവുമല്ല, ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ്. ഈ ഭൂമി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോ പ്രിൻസിപ്പളിനോ ഇവിടുത്തെ DMEക്കോ ഏതെങ്കിലും ഒരു സൊസൈറ്റിക്ക്, കാറ്ററിംഗ് സൊസൈറ്റിക്ക് നിങ്ങൾ കെട്ടിടം കെട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് അനുവദിക്കാൻ സാധിക്കില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ പ്രാദേശിക നേതാക്കളും സ്ഥലം MLAയും ഉൾപ്പെടെ ഇവിടുത്തെ DME, പ്രിൻസിപ്പലിനെ, സൂപ്രണ്ടിനെ, ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിലെ മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥരെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. അനിവാര്യമായ ഒരു കാര്യത്തിന് എന്താണ് തടസ്സം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അരുൺ സോളമൻ പറഞ്ഞു തരും. ഞാനിന്നുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ആയിരക്കണക്കിന് രോഗികൾ ദിനം പ്രതി ആശ്രയിക്കുന്ന തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ്. പക്ഷേ മെഡിക്കൽ കോളേജിന് സ്വന്തമായിട്ട് ഒരു ക്യാൻറ്റീൻ ഇതുവരെയും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. 1952 കാലങ്ങളിൽ ഒരു 2 നില കെട്ടിടം എനിക്ക് തൊട്ട് സമീപമുള്ള ഈ ഭാഗത്ത് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ അധികൃതരൊക്കെയും പങ്കുവച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിൽ അന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിച്ചു വന്നിരുന്നു. ആ ക്യാൻറ്റീൻ ഏകദേശം 10-70 വർഷത്തോളം പ്രവർത്തിച്ചു വന്നെങ്കിലും പിന്നീട് കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ഒരു ഘട്ടമായപ്പോഴേക്കും അവിടെ നിന്നും ആ ക്യാൻറ്റീൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് കാറ്ററിംഗ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്യാൻറ്റീനിന് ഒരു താൽക്കാലികമായിട്ടൊരു ഷെഡ് വയ്ക്കാനായിട്ടുള്ള ഒരു അനുമതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നൽകിയെങ്കിലും സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജിന് ഒരു ക്യാൻറ്റീൻ ഇല്ല എന്ന് മാത്രമല്ല അതിന് ഭൂമിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിംഗ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി HDSുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 നില കെട്ടിടം നിർമ്മിക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ മുന്നിൽ വച്ചുവെങ്കിലും അതിനൊരു അനുമതി നൽകാനായിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് തന്നെ നിയമപരമായിട്ടല്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഇവർക്ക് അനുമതി നൽകിയിട്ടുള്ള ഒരു രേഖയും ഓഫീസിലില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പലിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ക്യാൻറ്റീനുകളോ മറ്റൊന്നോ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ ടെൻഡർ നടപടികൾ വിളിക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഇവിടെ ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഈ ക്യാൻറ്റീന് പോലും അങ്ങനെ ഏതെങ്കിലും മുൻകാലങ്ങളിൽ ടെൻഡർ നടപടികളിലൂടെയാണോ കാറ്ററിംഗ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിലവിൽ 4 നില കെട്ടിടം നിർമ്മിച്ച് ഒരു ക്യാൻറ്റീൻ വരുന്നതിനോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിന് ഭൂമി അപര്യാപ്തത ഏറ്റവും വലിയ രൂക്ഷമായിട്ട് തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു MRI സ്കാനോ CT സ്കാനോ അടക്കമുള്ള യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിന് അതിനു വേണ്ടിയിട്ടുള്ള സെൻറ്ററുകൾ കൊണ്ടുവരാൻ പോലും നിലവിൽ മെഡിക്കൽ കോളേജിൽ ആ ഭൂമി ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ക്യാൻറ്റീന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ HDS മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ പ്രപ്പോസൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്തായാലും ശരിയാണ്, ഒരു വലിയ പ്രശ്നമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ക്യാൻറ്റീൻ അനിവാര്യവുമാണ്. ഇതിനിടയ്ക്ക് നിന്നുകൊണ്ടുള്ള ഒരു പരിഹാരം നമുക്ക് പ്രതീക്ഷിക്കാം.